ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയതാണ്. കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഒരു ഗ്രോസറിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ പോയതാണ്. ഉജയറയിലെ ലുലു മാളിലാണ് പോയത്. ഇവിടെ പിന്നെ ഒരു മോൾ കയറിയാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സർവ്വമാന സാധനങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് മാത്രമല്ല വീട്ടുപകരണങ്ങൾ തൊട്ട് സർവ്വമാന സാധനങ്ങളും കിട്ടും. അപ്പം നമുക്ക് ഒരിടത്ത് പോയാൽ മതി. ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും അല്ലെങ്കിൽ ഏത് മാളിൽ കയറിയാലും എന്ത് വേണമെങ്കിലും കിട്ടും. ഒരു കണക്കിന് പ്രയോജനവുമാണ്. എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. നമുക്ക് വേറെ എങ്ങും പോകണ്ട. വേറെ തരത്തിൽ നോക്കിയാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന അറിയത്തുമില്ല. കാരണം ഈ ഭംഗിയോടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരാളിനും ഒരാവശ്യമില്ലെങ്കിൽ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് തോന്നും. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ആദ്യക്കുട്ടനൊരു ട്രോളിയിലിരുത്തി. കാണുന്ന സാധനങ്ങളൊന്നും അവനെ എടുക്കാറില്ല. അവന് ആകെ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് അതൊരു എടുക്കുക തന്നെയാണ്. ടോയ് കാർ കണ്ടുപോയെങ്കിൽ അവൻ എടുത്തിരിക്കും. അത് ബില്ല് ചെയ്തിട്ടേ അവൻ മാറത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ ഞങ്ങൾ ടോയ് കാറിൻ്റെ സൈഡിൽ കൂടെ അല്ലാതെ ഇപ്പുറത്തൂടെയൊക്കെ നടന്നു പോകാമെന്ന് വിചാരിച്ച് രക്ഷയില്ല. കാരണം വീട്ടിലെ കണക്കില്ലാതെ ടോയ് കാർ ഇവനിങ്ങനെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് വേണമെന്ന് 1-2 ചെറിയ സാധനങ്ങളാണ്. അത് അവന് ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് ഞാൻ കൊടുത്തില്ല. അങ്ങനെ പോയിട്ട് നോൺ വെജിൻ്റെ ഏരിയയിലൂടെ ഒക്കെ പോയി. കണ്ടാൽ പേടിക്കുന്ന പലതരം മത്സ്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് മീനാണ്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടുന്ന് മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് കൂട്ടിയപ്പോഴേ നമ്മുടെ നാട്ടിലെ മീൻ കറിയുടെ ടേസ്റ്റ് ഇല്ല. അതെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴേ ഇവർ പറയുന്നത് സത്യമാണ്. നമ്മൾ മാസങ്ങളായിട്ട് കെമിക്കലിട്ട് രാസവസ്തുക്കളെല്ലാം നിറച്ച അമോണിയ എന്തൊക്കെയാണോ അതെല്ലാം ഇട്ട് നിറച്ച മീനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അതല്ല, അങ്ങനെയല്ല. ഇവിടെ ഫ്രഷ് മീനാണ് കിട്ടുന്നത്. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്ക് ഈ രാസവസ്തുക്കളുടെ ടേസ്റ്റും കൂടെയാണല്ലോ നാവിന്. പച്ചക്കറിക്കാണെങ്കിലും പഴവർഗ്ഗങ്ങൾക്കാണെങ്കിലും മത്സ്യമാംസാദികൾക്കാണെങ്കിലും എല്ലാം നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് വരാം. അത് നമ്മുടെ നാക്കിന് അതാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിയാണ്, എല്ലാം വിഷമില്ലാത്തത് കൊണ്ട് ടേസ്റ്റ് എല്ലാം വേറെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഈവനിങ് വീട്ടിലേക്ക് മടങ്ങാൻ പോകുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, എല്ലാ സാധനങ്ങളുടെയും സമീപത്തൂടെ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് ആവശ്യവുമാണ്. നമ്മൾ വീട്ടിലുണ്ടെങ്കിലും അത് വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തേനേക്കാളും വളരെ വ്യത്യസ്തമായി അതും ഇത് പറഞ്ഞതുപോലെ നല്ല ഫ്രൂട്ട്സ് കിട്ടും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കിട്ടും. അത് പിന്നെ ഇപ്പോൾ കേരളത്തിലും കിട്ടുമെന്ന് തോന്നുന്നു എല്ലാ സാധനങ്ങളും. എന്നാലും ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആദ്യക്കുട്ടന് ട്രോളിയെ തന്നെ ഇരിക്കുവാണേ. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ടേ ആദ്യക്കുട്ടന് അവിടുന്ന് ഒരു ടോയ് കാർ ഇറങ്ങി ചെന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അത് ബില്ല് ചെയ്യുന്നിടത്ത് പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നു, കാരണം എടുക്കാതെ ഇരിക്കുമോ എന്ന് പേടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.